ഹലോ. കൊമേഴ്സ് ഫീൽഡിൽ കുട്ടികളുടെ ആയാലും രക്ഷിതാക്കളുടെ ആയാലും ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ് CMA USA. CMA USA എന്താണ്, അതിൻ്റെ സ്കോപ്പ് എന്താണ്, എനിത്തിങ് ആൻഡ് എവറിത്തിങ് അബൌട്ട് ഈ ഒരു കോഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ തന്നെ ഇലാൻസിൻ്റെ ടോപ്പ് ഫാക്കൽറ്റിയിൽ ഒരാളായ ഈ ഒരു ഫീൽഡിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള CMA ഹിജാസ് ഹഷീം സർ നമ്മുടെ കൂടെയുണ്ട്. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് CMA USA? CMA USAനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുകയാണെങ്കിൽ സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്ന് പറയും. ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ ബോഡിയാണ്. അമേരിക്കയിലുള്ള IMA എന്ന് പറയും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ബോഡിയാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പ്രൊഫഷണൽ ബോഡി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനൊക്കെ CMA USA പഠിക്കുന്ന സമയത്ത് ഈ റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കും, ഇത് ഏത് യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന കോഴ്സാണെന്ന് ചോദിക്കും. അപ്പോൾ ഐ വിൽ ബി കൺഫ്യൂസ്ഡ്. കാരണം ഇത് യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന കോഴ്സല്ല, അവർക്ക് അതേ പരിചയം ഉണ്ടാവുള്ളൂ. ലൈക്ക് BCom ആണെങ്കിലും MCom ആണെങ്കിലും MBA ഒക്കെ ആണെങ്കിലൊക്കെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന കോഴ്സുകളാണ്. പക്ഷേ അതുകൂടാണ്ട് പ്രൊഫഷണൽ ബോഡീസ് കൊടുക്കുന്ന കോഴ്സുകളാണ് ഈ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ CA എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ, ചാർട്ടർ അക്കൗണ്ടൻസി. ചാർട്ടർ അക്കൗണ്ടൻസി ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. അത് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ICAI എന്ന് പറയും, ഒരു മെമ്പർഷിപ്പ് ബോഡിയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടർ അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയും. ഇതേപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഇക്വലൻ്റ് ആയിട്ടുള്ളതും കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി ഇക്വലൻ്റ് ആയിട്ടുള്ളതും പ്രൊഫഷണൽ ബോഡീസ് എല്ലാ മേജർ കൺട്രികളിലും ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ പ്രൊഫഷണൽ ബോഡിയാണ് ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അതേപോലെ CMA, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ട്, അതും ICAI ആണ്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയും. അതുകൂടാണ്ട് CS എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്, കമ്പനി സെക്രട്ടറിഷിപ്പ്. അവർക്കും ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ട്. എല്ലാ മേജർ കൺട്രീസും കൊടുക്കുന്നുണ്ട്. UK കൊടുക്കുന്നുണ്ട്, USA കൊടുക്കുന്നുണ്ട്, മലേഷ്യ കൊടുക്കുന്നുണ്ട്, ഈവൻ പാകിസ്ഥാൻ, ശ്രീലങ്ക, സിംഗപ്പൂർ, എവ്രിബഡി ഈസ് ഗിവിങ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഈക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സ് ആൻഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി ഈക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സ്. പക്ഷേ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കൂടുതലും ഓപ്റ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കോഴ്സായിരിക്കും. അതിൽ 2 രാജ്യങ്ങളുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ് വൈഡ്ലി അക്സെപ്റ്റഡ് ആണെന്ന് പറയാം. ഒന്ന് USA-ൻ്റെ ആണ്, 2 UK-ൻ്റെതാണ്. അപ്പോൾ USA-ക്കും ചാർട്ടേഡ് അക്കൗണ്ടൻസി ഈക്വലൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ബോഡി ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് AICPA, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻ്റ് എന്ന് പറയും. അവർ കൊടുക്കുന്ന അമേരിക്കൻ CA എന്നറിയപ്പെടുന്ന കോഴ്സാണ് CPA എന്ന് പറയുന്നത്, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ UK-യിലേക്ക് വരികയാണെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടൻസി ഈക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. ഇപ്പോൾ ACCA എന്ന് പറയുന്ന നമുക്കറിയായിരിക്കും, നമ്മുടെ ഇലാൻസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്. ഇതേപോലെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ ഫോക്കസ് ചെയ്തിട്ട് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്ന കോഴ്സാണ് CMA USA എന്ന് പറയുന്നത്. ആ പ്രൊഫഷണൽ ബോഡിയുടെ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ്. ഇതിന് എബവ് 100 വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഒരു പ്രൊഫഷണൽ ബോഡിയാണ് ഈ CMA USA എന്ന് പറയുന്നത്. ഇത് കൂടുതലും ഇപ്പോൾ പിള്ളേർ ഓപ്റ്റ് ചെയ്യാനുള്ള മേജർ റീസൺ ഇസ് ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ്. ഇപ്പോൾ ബാക്കി ഇപ്പോൾ ഇന്ത്യൻ CA ആണെങ്കിലും ഇന്ത്യൻ CMA ആണെങ്കിലും ഈവൻ ACC ആണെങ്കിലൊക്കെ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇപ്പോൾ ഒരു 2 to 3 അല്ലെങ്കിൽ 4 years വരെ നമുക്ക് സമയമെടുക്കും ഇത് പാസ്സാകാൻ വേണ്ടിയിട്ട്. പക്ഷേ CMA USA-യിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1-1.5 വർഷത്തിനുള്ളിൽ ഇത് പാസ്സാകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആണ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് CMA USA-നെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞ് CMA USA ചെയ്യുന്ന ഒരു 1-1.5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഗ്ലോബൽ റെക്കഗ്നിഷനിലേക്കാണ്. എക്സാക്ട്ലി. ഓക്കെ, അപ്പോൾ ഇത് കേൾക്കുന്ന ഓരോ കുട്ടിയുടെ ഒരു ഡൗട്ടാണ്, +2 കഴിഞ്ഞിട്ടാണോ, ഏതൊരു സാഹചര്യത്തിലാണ് ഇത് എടുക്കേണ്ടത്? +2 ആണോ, ഡിഗ്രി ആണോ? അങ്ങനെ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻ ചോദിക്കുകയാണെങ്കിൽ സർ എന്തായിരിക്കും ചൂസ് ചെയ്യുക? നമ്മുടെ പേരിൻ്റെ കൂടെ CMA എന്ന് ചേർക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു CMA-കാരനാവണമെങ്കിൽ certain ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിലൊന്ന് നമ്മൾ മെമ്പർഷിപ്പ് എടുക്കണം, നമ്പർ 1. നമ്പർ 2, ഇതിന് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് 2 എക്സാമിനേഷനേ ഉള്ളൂ. ബാക്കിയുള്ള കോഴ്സുകളൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇന്ത്യൻ കോഴ്സ് ആണെങ്കിലും UK-യുടെ കോഴ്സ് ആണെങ്കിലൊക്കെ നമ്പർ ഓഫ് എക്സാമിനേഷൻ വളരെയധികം കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെ CMA USA-ക്ക് നമുക്ക് 2 എക്സാമിനേഷനേ ഉള്ളൂ. ആ 2 എക്സാമിനേഷൻ പാസ്സാവണം എന്നുള്ളതാണ് അടുത്ത ക്രൈറ്റീരിയ. അപ്പോൾ മെമ്പർഷിപ്പ് എടുത്തിരിക്കണം, 2 എക്സാമിനേഷനും പാസ്സാവണം, 3 ഏതെങ്കിലും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മൾ IMA-ക്ക് സബ്മിറ്റ് ചെയ്യണം, 4 നമ്മൾ 2 വർഷത്തെ ഏതെങ്കിലും അക്കൗണ്ടിങ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസും IMA-ക്ക് സെൻഡ് ചെയ്തിരിക്കണം. ഈ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്താൽ മാത്രമേ ഒരാൾ CMA USA ആവുന്നുള്ളൂ. ഇതിൽ 3ാമത്തെ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാണ്. അപ്പോൾ +2 സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടാവും, നമുക്കത് പറ്റുമോ എന്നുള്ളത്. ആൻസർ ഇസ് യെസ്.
+2 സ്റ്റുഡൻസിനും പറ്റും. എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് +2 കഴിഞ്ഞിട്ടും വന്നിട്ടുണ്ട്. അവരെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ +2 കഴിഞ്ഞതിന് ശേഷം CMA USA എൻറോൾ ചെയ്യാം. എൻറോൾ ചെയ്യണമെങ്കിൽ ഡിഗ്രി നമുക്ക് അത്യാവശ്യമില്ല. അപ്പോൾ എൻറോൾ ചെയ്യാം, എക്സാമിനേഷനും എഴുതാം. എക്സാമിനേഷൻ എഴുതി പാസ്സാവാനും എന്ത് ഇമ്പോർട്ടൻസ് ഇല്ല, ഡിഗ്രി ഇമ്പോർട്ടൻസ് ഇല്ല. എക്സാമിനേഷൻ എഴുതി പാസ്സായിട്ട് നമുക്ക് 7 years സമയം തരുന്നുണ്ട് IMA നമുക്ക് ഈ 2 അതർ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യാൻ. അതായത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാനും 2 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാനും നമുക്ക് 7 years സമയം തരുന്നുണ്ട് IMA. അപ്പോൾ +2 കുട്ടികൾ എന്താ ചെയ്യുക? +2 കുട്ടികൾ എൻറോൾ ചെയ്തതിന് ശേഷം പഠിച്ച് പാസ്സാവും. അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ഡിഗ്രി, മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും BCom ആയിരിക്കും ചെയ്യുക. അപ്പോൾ BCom ഡിസ്റ്റൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യും. വിത്തിൻ 3 years സ്പാനിൽ തന്നെ BCom കംപ്ലീറ്റ് ചെയ്തിട്ട് ആ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾക്കും ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ പേഴ്സണലി ചെയ്തത് BCom കഴിഞ്ഞിട്ടാണ്. ദ റീസൺ ഇസ് അന്നൊന്നും ആർക്കും അറിയില്ല ഈ പറയുന്ന, അന്നൊക്കെ നമുക്ക് അറിയാവുന്ന ഏക കോഴ്സ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഓഫ് ഇന്ത്യ മാത്രം. പിന്നീട് ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ചുള്ള റിസർച്ച് നടത്തിയപ്പോഴാണ് അറിയുന്നത് എല്ലാ മേജർ കൺട്രീസും CAയും CMA പോലത്തെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതും, അതേപോലെ തന്നെ CMA USA എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് എന്നുള്ളതും, അത് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതും ഒക്കെ അറിഞ്ഞത് ഞാൻ ഡിഗ്രിക്ക് ശേഷം. അപ്പോൾ ഡിഗ്രിക്ക് ശേഷവും നമുക്കിത് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പാൻ ഓഫ് ടൈം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-1.5 വർഷം കൊണ്ടോ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ അറൗണ്ട് 15 months കൊണ്ട് തന്നെ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ +2 കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി ഇത് ഓപ്റ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഒരു കരിയറിലേക്ക് എത്തണമെന്നുള്ളവർക്ക് ഡെഫിനറ്റ്ലി +2 കഴിഞ്ഞാൽ ഉടനെ ഇത് ഓപ്റ്റ് ചെയ്യാം. ഡിഗ്രി കഴിഞ്ഞവർക്ക് ഓപ്റ്റ് ചെയ്യാം. അതുകൂടാണ്ട് ഒരുപാട് പ്രൊഫഷണൽസ് BCom മാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ ഡിഗ്രി മാത്രം വെച്ചിട്ട് ജോബ് മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരുപാട് കോളുകൾ വരും, സാറേ ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് വിളിക്കുകയാണ്, ദുബായിൽ വർക്ക് ചെയ്യാണ്, 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്കിത് ചെയ്യണം. അങ്ങനെ ഒരുപാട് വർക്കിംഗ് പ്രൊഫഷണൽസ് പഠിക്കുന്ന ഒരു ബാച്ചും നമുക്കുണ്ട്. അപ്പോൾ അവർക്ക് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേ സ്റ്റാർട്ടഡ് ടു ഫീൽ എ ഹിൻഡ്രൻസ് ഇൻ ദെയർ പ്രൊമോഷനിൽ ഒരു ഹിൻഡ്രൻസ് അവർക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ലൈക്ക് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ കുറിച്ച് ഞാൻ പറയാം. ശ്രീജിത്ത് എന്നാണ് പേര്. ശ്രീജിത്ത് ഏട്ടൻ എന്നാണ് ഞാൻ വിളിക്കാറ്. അതായത് എൻ്റെ ഒരു 10-12 വയസ്സ് മൂത്തതാണ് പുള്ളി കാലിക്കറ്റിൽ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. പുള്ളി ഇത് പഠിക്കാൻ വന്ന സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു, എന്തിനാണ് ശ്രീതേട്ടാ ഇത് പഠിക്കാൻ വന്നത്? നിങ്ങൾക്കൊരു 10 to 15 years കൊമേഴ്സ്യൽ എക്സ്പീരിയൻസ് ഇല്ല. ദുബായിലാണ് പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളി ഓഫ്ലൈൻ ക്ലാസ്സിലാണ് വന്നത്. പുള്ളിയുടെ ജോബ് നിർത്തിവെച്ച് 2 മക്കളും ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി വന്നിട്ട് എന്നോട് പറഞ്ഞത്, സാറേ ഒരു BComകാരന് എത്താൻ പറ്റുന്ന അത്രയും ഹൈറ്റിൽ പുള്ളി എത്തിക്കഴിഞ്ഞു ഓൾറെഡി 10 to 15 years എക്സ്പീരിയൻസ് വെച്ചിട്ട്. പുള്ളി പറയാണ്, പുള്ളിയുടെക്കാളും ലെസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ പുള്ളിയുടെ മുകളിൽ പ്ലേസ്ഡ് ചെയ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ പുള്ളിക്ക് ഈഗോ അടിച്ചു, ഡെഫിനറ്റ്ലി ഈഗോ അടിക്കും. അപ്പോൾ പുള്ളി വിചാരിക്കുന്നു, പുള്ളിക്കും ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഹിൻഡ്രൻസ് ഫീൽ ചെയ്യില്ലായിരുന്നു, ഈ പ്രൊമോഷൻ്റെ ആ ഒരു തടസ്സം ഫീൽ ചെയ്യില്ലായിരുന്നു. പുള്ളി അപ്പം തന്നെ രാജിവെച്ചു, ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. പുള്ളി ഒരു 1.5 വർഷം കൊണ്ട് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പുള്ളി പാസ്സായി. പുള്ളിയുടെ പ്രായം നോക്കണം, 40+ years ഏജ് ഉണ്ട് പുള്ളിക്ക്. ഫസ്റ്റ് പറഞ്ഞാലൊന്നും പുള്ളിക്ക് കത്തണമെന്നില്ല, പക്ഷെ പുള്ളി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ Part 1ഉം Part 2ഉം പുള്ളി ക്വാളിഫൈ ചെയ്തു. എന്നിട്ട് രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി രാജിവെച്ച അതേ കമ്പനിയിൽ നിന്നും പുള്ളിക്ക് പിന്നെയും കോൾ വരാണ്. പുള്ളി ഉണ്ടായിരുന്ന പൊസിഷനേക്കാൾ എത്രയോ മുകളിൽ പുള്ളിയെ പ്ലേസ് ചെയ്തു. അറൗണ്ട് ഡബിൾ ദ സാലറി പുള്ളിയെ പ്ലേസ് ചെയ്തു. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് എവ്രിബഡീസ് ചോയ്സ് ആണ്. +2 മാത്രമല്ല, ഡിഗ്രി മാത്രമല്ല, ഈവൻ വർക്കിംഗ് പ്രൊഫഷണൽസിന് വരെ CMA USA വിൽ ബി എ വെരി ഗുഡ് ഓപ്ഷൻ. അപ്പോൾ ഈ +2 കഴിഞ്ഞിട്ടാണെങ്കിലും കൊമേഴ്സ് ഫീൽഡിൽ നിന്ന് കരുതുമ്പം നമ്മുടെ സാധാരണ മലയാളികൾക്കുള്ള ഒരു ഐഡിയ ആണ് BCom കഴിഞ്ഞ് ചിലപ്പോൾ കൂടിപ്പോയ ഒരു CA വരെ ഇപ്പോഴും ഈ ഒരു CMA USA അതുപോലുള്ള കാര്യങ്ങളുടെ ഒരു എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു മനോഭാവം ഉണ്ട് മലയാളികൾക്ക്. അപ്പോൾ അതിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണെന്ന് കുറച്ചും കൂടെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലോബലൈസേഷൻ ആണ് ശരിക്കും. ലൈക്ക് ദ ഹോൾ ഗ്ലോബ് ഇസ് എ സിംഗിൾ മാർക്കറ്റ് റൈറ്റ് നൗ. ഇപ്പോൾ ഒരു കമ്പനീൻ്റെ എല്ലാ ഓപ്പറേഷൻസും ഒരു കൺട്രിയിലാവണമെന്നില്ല. ഇപ്പോൾ പ്രൊഡക്ഷൻ ചിലപ്പോൾ ചൈനയിലായിരിക്കും നടക്കുക, അതിൻ്റെ മേജർ സെയിൽസും ചിലപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ ആയിരിക്കും, ആഫ്റ്റർ സെയിൽ സർവീസസ് ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കും, അക്കൗണ്ടിങ് സർവീസസ് ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കും. അപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസ് ഇന്ത്യൻ കോഴ്സ് തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ലൈക്ക് CMA USA എന്ന് പറയുന്ന ഈ കോഴ്സ് അറൗണ്ട് 150+ കൺട്രീസിൽ ഇതിൻ്റെ അക്സെപ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഒരു വേൾഡ് വൈഡ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ അമേരിക്കൻ കമ്പനീസിൻ്റെയൊക്കെ
അക്കൗണ്ട്സും കാര്യങ്ങളും ഇവിടെ ബാംഗ്ലൂരിലും കൊച്ചിയിലിരുന്നിട്ട് കമ്പനീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ IMAൻ്റെ സൈറ്റിൽ നമ്മുടെ CMA USA പ്രൊഫഷണൽ ബോഡിയായ IMAൻ്റെ സൈറ്റിൽ നമുക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അതൊരു കരിയർ സെൻറ്റർ എന്ന് പറയുന്ന സെൻറ്റർ ഉണ്ട്. അതിൽ ലൈവായിട്ടുള്ള ജോബ്സ് അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൺട്രീസിലുള്ള ലൈവായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം കാണാൻ സാധിക്കുന്നത് ഇന്ത്യയിലുള്ള ഓപ്പർച്യൂണിറ്റീസാണ്. അപ്പോൾ പലർക്കും ഒരു ഡൗട്ടാണ് ഇപ്പോൾ ചോദിച്ച പോലെ CMA USA പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അബ്രോഡ് മാത്രമല്ലേ പറ്റുള്ളൂ? ഡെഫിനറ്റ്ലി നോ. അപ്പോൾ ആ കരിയർ സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ജോബ്സ് ലൈവ് റൈറ്റ് നൗ CMA USA കാൻഡിഡേറ്റ്സിന് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിലാണ്. അതേപോലെ മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് ആണെങ്കിലും എൻ്റെ കൂടെ പഠിച്ച സ്റ്റുഡൻസ് ആണെങ്കിലൊക്കെ അവരൊക്കെ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ UAE പോലത്തെ കൺട്രീസിൽ നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. അതുകൂടാണ്ട് UK എൻ്റെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട്, US വർക്ക് ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേൾഡ് വൈഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു CMA USA പഠിച്ചതുകൊണ്ട് നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുന്നത്. ഈ CMA ഇന്ത്യയിലെ സ്കോപ്പ് പറഞ്ഞപ്പോഴാണ് CMA USAയോടൊപ്പം കേൾക്കുന്ന ഒരു പേരാണ് CMA ഇന്ത്യ. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? അതാണ് ഞാൻ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. ലൈക്ക് എവറി മേജർ കൺട്രീസ് ഇസ് ഗിവിങ് their own ചാർട്ടേഡ് അക്കൗണ്ടൻസി ആൻഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി കോഴ്സ്. ഇപ്പോൾ അമേരിക്കയിലെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സാണ് നമ്മൾ ഈ പറയുന്ന CMA USA സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. ഇതേപോലെ ഇന്ത്യയിലുള്ള കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ് ICAI പ്രൊവൈഡ് ചെയ്യുന്ന CMA ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ ഡെഫിനറ്റ്ലി ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ചെറിയൊരു അപ്പർ ഹാൻഡ് ഡെഫിനറ്റ്ലി CMA ഇന്ത്യക്കായിരിക്കും. കാരണം CMA ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യൻ പെർസ്പെക്റ്റീവിലാണ് ലോവും ഇന്ത്യൻ പെർസ്പെക്റ്റീവിലാണ് ടാക്സേഷനും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു അപ്പർ ഹാൻഡ് CMA ഇന്ത്യക്കാർക്ക് ഡെഫിനറ്റ്ലി ഇന്ത്യയിലുണ്ട്. എന്ന് വെച്ചിട്ട് CMA USA നേരത്തെ പറഞ്ഞ പോലെ സ്കോപ്പ് ഇല്ല എന്നല്ല, ഇന്ത്യയിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് CMA USAയ്ക്കും ഉണ്ട്. ഇതിൻ്റെ ഡിഫറൻസ് ശരിക്കും പറയാച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20 minutes 30 minutes ഇതിൻ്റെ ഡിഫറൻസ് പറയാനുണ്ടാവും. കാരണം നമ്പർ ഓഫ് എക്സാമിനേഷൻസിലേക്ക് വരികയാണെങ്കിൽ CMA USAയിൽ there are 2 examinations. ഇപ്പോൾ 2 examinations ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ സ്റ്റഡി ഹാസ് കുറയുന്നില്ല. ഇപ്പോൾ ചില കുട്ടികൾ വിചാരിക്കും 2 എക്സാമിനേഷൻസ് അല്ലേ ഉള്ളൂ, പെട്ടെന്ന് പാസ്സാവും. BCom 30 എക്സാമിനേഷൻസ് എഴുതിയവരല്ലേ നമ്മൾ, 2 എക്സാമിനേഷൻസ് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അറൗണ്ട് 1000 hours ആയിരിക്കും നമ്മൾ ഈ 2 എക്സാമിനേഷൻസിന് വേണ്ടിയിട്ട് പിള്ളേരെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കുക. 1000 hours. അതായത് അമേരിക്കൻ കോഴ്സുകളുടെ ഒരു പ്രത്യേകതയാണ്, അവർ കണ്ടന്റ് ഒരുപാട് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇന്ത്യൻ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസിൻ്റെ അത്ര കണ്ടന്റ് ഇല്ലെങ്കിൽ പോലും കണ്ടന്റ് ഉണ്ട്. പക്ഷെ അവർ ടെസ്റ്റ് ചെയ്യുക നമ്പർ ഓഫ് എക്സാമിനേഷൻസ് കുറഞ്ഞ രീതിയിലായിരിക്കും. ഇപ്പോൾ അമേരിക്കൻ CA there are only 4 examinations for American CA. അതേപോലെ CMA USAക്ക് there are 2 examinations, part 1 and part 2. പക്ഷെ ഇതിനുള്ളിൽ സബ് സെക്ഷൻസ് ഉണ്ടെന്ന് പറയാം. ഇപ്പോൾ ABCDEF 6 സെക്ഷൻസ് പാർട്ട് 1 ഉണ്ട്, 6 സെക്ഷൻസ് പാർട്ട് 2 ഉണ്ട്. ഈ സെക്ഷൻസിൽ തന്നെ സബ് ടോപ്പിക്സ് ഉണ്ട്. ചില സെക്ഷൻസിൽ 2 സബ് ടോപ്പിക്, ചിലതിൽ 3, 4, 5, 6. അപ്പോൾ ഇത് 2 എക്സാമിനേഷൻസ് ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഇത് എന്താവുന്നില്ല, വളരെ കുറഞ്ഞ സബ്ജക്റ്റ് ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. പക്ഷേ CMA ഇന്ത്യയിലേക്ക് കടക്കുന്ന സമയത്ത് നമ്പർ ഓഫ് എക്സാമിനേഷൻ ഇസ് ലിറ്റിൽ ബിറ്റ് മോർ. ലൈക്ക് ആദ്യം നമ്മൾ ഫൗണ്ടേഷൻ എഴുതണം, കാറ്റോ അല്ലെങ്കിൽ CMA ഫൗണ്ടേഷൻ എഴുതണം, അതിനുശേഷം നമ്മൾ ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻസ് എഴുതണം, അതുകൂടാണ്ട് ഫൈനൽ എക്സാമിനേഷൻസ് എഴുതണം. അപ്പോൾ കുറച്ച് അധികം നമ്പർ ഓഫ് എക്സാമിനേഷൻസ് CMA ഇന്ത്യയിൽ ഉണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു സമ്മറൈസ്ഡ് ആക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണ് ഒരാൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം, മേ ബി ഇന്ത്യയിലെ ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു സ്വന്തം ഫേം ഇടാൻ താല്പര്യമുണ്ട്, അങ്ങനെയൊക്കെ സ്പെസിഫിക്കലി താല്പര്യമുള്ള ആളുകൾ ഷുഡ് ചൂസ് CMA ഇന്ത്യ. അല്ലെങ്കിൽ അതർവൈസ് എനിക്കൊരു 3 to 4 years പഠിക്കാൻ താല്പര്യമില്ല, CMA ഇന്ത്യക്ക് ഇറ്റ് വിൽ ടേക്ക് സം മോർ ഡ്യൂറേഷൻ, CMA USAനേക്കാളും കുറച്ചും കൂടി സമയം എടുക്കും. അപ്പോൾ 3 to 4 years പഠിക്കാനുള്ള സമയം എനിക്കില്ല, എനിക്കൊരു 1 to 1.5 years ഉള്ളൂ, എൻ്റെ ജോബ് ഇന്ത്യയിൽ തന്നെ ആവണമെന്നില്ല, മേ ബി ഞാൻ അബ്രോഡ് പോയേക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ്ലി CMA USA ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. CMA USAക്ക് ഇന്ത്യയിൽ ഉള്ളതുപോലെ തന്നെ CMA ഇന്ത്യ ചെയ്യുന്നവർക്ക് എബ്രോഡ് ചാൻസ് ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പോൾ CMA ഇപ്പോൾ നമ്മൾ മേജർ കൺട്രീസിൻ്റെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ആണെന്ന് പറയുന്നു. ഡെഫിനറ്റ്ലി ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടൻസും ഇന്ത്യയിലെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസും വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ആണ്. ഇപ്പോൾ ഈ പ്രൊഫഷണൽ ബോഡികൾ തമ്മിൽ തന്നെ പല രീതിയിലുള്ള മെമ്മോറാൻഡങ്ങൾ ഉണ്ടാവും.
ഇപ്പോൾ പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് CMA USA-യും CMA ഇന്ത്യയും തമ്മിൽ എന്തുണ്ടായിരുന്നു, ഒരു മെമ്മോറാൻഡം ഉണ്ടായിരുന്നു. CMA USA കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് CMA ഇന്ത്യ കിട്ടും, CMA ഇന്ത്യ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് CMA USA കിട്ടും. ഈ രീതിയിലുള്ള മെമ്മോറാൻഡങ്ങളുണ്ട്. അതേപോലെ ACCA-യും CMA ഇന്ത്യയും തമ്മിലൊരു മെമ്മോറാൻഡം ഉണ്ട്. ഇപ്പോൾ ACCA അഫിലിയേറ്റ് ആയ ഒരാൾക്ക്, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് CMA ഇന്ത്യ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് എക്സാമിനേഷൻസ് ഇസ് വെരി ലെസ്. 6 എക്സാംഷൻസ് കിട്ടും. ഒരു 6 പേപ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ CMA ഇന്ത്യ ആവും. അതേപോലെ CMA ഇന്ത്യ പാസ്സായവർക്ക് നേരെ തിരിച്ച് ACCയിലും എക്സംഷൻ കിട്ടും. അതേപോലെ വേറെയും ഒരുപാട് കൺട്രീസിലെ പ്രൊഫഷണൽ ബോഡിയായിട്ട് ഈ പ്രൊഫഷണൽ ബോഡികൾക്ക് എന്തുണ്ടാവും, മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് MOU ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഓസ്ട്രേലിയയിൽ പറയുകയാണെങ്കിൽ, ഓസ്ട്രേലിയയിലുള്ള ഒരു പ്രൊഫഷണൽ ബോഡിയാണ് IPA എന്ന് പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അക്കൗണ്ടൻസ് എന്ന് പറയും. അപ്പോൾ CMA USA പാസ്സായാലോ അല്ലെങ്കിൽ ACC അഫിലിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ മെമ്പർ ആവാൻ വേണ്ടി പറ്റും. മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അക്കൗണ്ടൻസ് ഓസ്ട്രേലിയ എന്ന് പറയാം. MIPA നമുക്ക് പാസ്സാൻ വേണ്ടി പറ്റും. അതേപോലെ CPA കാനഡയിലുള്ള എക്സംഷൻസ്, ഒരുപാട് എക്സംഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ആണ് ഈവൻ ഇന്ത്യയുടെ കോഴ്സ് പോലും എന്നുള്ളതാണ്. കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സാണ് എൻ്റെ ചോയ്സ് എന്ന് ഒരാൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന ഒരു മെയിൻ ഡൗട്ടാണ് ACC ആണോ CMA USA ആണോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ രണ്ടുമുള്ള ഡിഫറൻസും സ്കോപ്പും പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? ആദ്യം ഇപ്പോൾ എവ്രി കോഴ്സസ് നല്ല കോഴ്സ്. ഇപ്പോൾ എന്നോട് കുട്ടികൾ ചോദിക്കാറുണ്ട്, സാർ ഏത് കോഴ്സ് എടുക്കണം, ഇന്ത്യൻ കോഴ്സ് എടുക്കണോ അല്ലെങ്കിൽ അമേരിക്കൻ കോഴ്സ് എടുക്കണോ, UK കോഴ്സ് എടുക്കണോ, ACC എടുക്കണോ, CMA USA എടുക്കണോ, ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ആദ്യം പറയാം, എക്സ്പ്ലോർ ഫസ്റ്റ്. നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. അതായത് മാർക്കറ്റിൽ എന്തൊക്കെ കോഴ്സുകളുണ്ട്, കൊമേഴ്സ് ആണ് താല്പര്യമെങ്കിൽ കൊമേഴ്സിൽ എന്തൊക്കെ കോഴ്സുകളുണ്ട് എന്നുള്ളത് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുക. ഇപ്പോൾ CMA ഇന്ത്യ ഉണ്ട്, CS ഇന്ത്യ ഉണ്ട്, CA ഇന്ത്യ ഉണ്ട്, ACC ഉണ്ട്, CIMA ഉണ്ട്. അതായത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രൊഫഷണൽ ബോഡി, UK പ്രൊഫഷണൽ ബോഡി കൊടുക്കുന്ന CIMA ഉണ്ട്, സീമ എന്ന് പറയും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPA ഉണ്ട്, CMA USA ഉണ്ട്, CFA ഉണ്ട്, CIA ഉണ്ട്, FRM ഉണ്ട്. അങ്ങനെ ഒരുപാട് കോഴ്സുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ വിരൽത്തുമ്പിലാണ്. അപ്പോൾ അത് പിള്ളേർ എന്ത് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം. നമ്പർ 1. നമ്പർ 2, ആ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കോഴ്സിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്യും. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത ആളാണ്. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ACC ആണെങ്കിൽ കൂടുതലും നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കും. ഓഡിറ്റിങ്, ടാക്സേഷൻ, ലോ, ഇതൊക്കെ ഇതിൽ പഠിക്കാനുണ്ട്. റെഗുലേഷൻസ് ഒക്കെ ഇതിൽ പഠിക്കാനുണ്ട്. പക്ഷേ CMAയിലേക്ക് വരുന്ന സമയത്ത് CMA ഇന്ത്യ ആവട്ടെ, CMA USA ആവട്ടെ, CIMA UK ആവട്ടെ, ഇതിൽ കൂടുതലും നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇതിലേക്കാണ് കോൺസെൻട്രേഷൻ ഉണ്ടാവുക. ഇപ്പോൾ CS ആവുന്ന സമയത്ത് ലോ ബേസ്ഡ് ആയിട്ടായിരിക്കും കോൺസെൻട്രേഷൻ ഉണ്ടാവുക. അപ്പോൾ നമ്മളിത് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഓക്കെ നമുക്ക് ഏതിലേക്കാണ് ഇൻട്രസ്റ്റഡ്, നമുക്ക് ഏത് കോഴ്സിലോട്ടാണ് ചായ്വ് വരുന്നത്, എന്നിട്ട് ആ കോഴ്സിനെ കുറിച്ച് സ്പെസിഫിക്കലി പഠിക്കുക. എന്നിട്ട് വേണം നമ്മൾ ആ കോഴ്സ് ചൂസ് ചെയ്യാൻ. ഇപ്പോൾ ACCയും ബെറ്ററാണ്, CMA USAയും ബെറ്ററാണ്. പക്ഷേ ബെസ്റ്റ് ഫിറ്റ് ഫോർ യുവർ സെൽഫ് ആണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. എനിക്ക് ഏതായിരിക്കും ബെസ്റ്റ് എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ACC എടുക്കുകയാണെങ്കിൽ ഒരു +2 കുട്ടി ഒരു ACC കംപ്ലീറ്റ് ചെയ്യാൻ മേ ബി ഒരു 2.5 to 3 years എടുക്കും. അതേപോലെ തന്നെ ഒരു ഡിഗ്രി സ്റ്റുഡൻറ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 4 to 6 പേപ്പർ എക്സാംഷൻ ഒരു ഡിഗ്രി കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മേ ബി ഒരു 2 years സമയം ഒരു ഡിഗ്രി കുട്ടി ACC എടുക്കാൻ വേണ്ടിയിട്ട് സമയം എടുക്കത്തുള്ളൂ. CMA USAക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 1.5 വർഷം. പക്ഷേ നമ്പർ ഓഫ് പേപ്പേഴ്സ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ACCക്ക് +2 കഴിഞ്ഞൊരു കുട്ടിക്ക് 13 പേപ്പർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. 13 പേപ്പർ. അപ്പോൾ പല ആളുകളും ഇങ്ങനെ വിചാരിക്കും, ACCക്ക് 13 പേപ്പർ അല്ലേ ഒരു ഭാഗത്ത്, CMA USAക്ക് 2 പേപ്പർ അല്ലേ ഉള്ളൂ, അപ്പോൾ CMA USA എത്രയോ എളുപ്പമായിരിക്കൂലേ. അത് ഞാൻ ഇവിടെ ബ്രേക്ക് ചെയ്യാണ് ആ ഒരു ചിന്താഗതി. ലൈക്ക് ACCയിൽ ഒരു പേപ്പറിൻ്റെ സ്റ്റഡി ഹാസ് ഇസ് അപ്രോക്സിമേറ്റ്ലി 100 hours. ചിലത് 80 ആണ്, ചിലത് 90, ചിലത് 100, ചിലത് 120 ഒക്കെ പോകും. അപ്രോക്സിമേറ്റ്ലി ഒരു 100 hours ആണ് ACCയുടെ ഒരു പേപ്പറിൻ്റെ സ്റ്റഡി ഹാസ്. അപ്പോൾ ഒരു 13 പേപ്പർ ആണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് 300 hours ACC സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാക്ട്ലി CMA USAക്ക് നമ്മൾ ഏകദേശം 800 to 1000 hours ആണ് ഈ 2 പേപ്പറിന് പഠിപ്പിക്കാൻ എടുക്കുന്ന സമയം. അപ്പോൾ നെവർ കമ്പയർ ദ നമ്പർ ഓഫ് പേപ്പേഴ്സ്. കണ്ടന്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി സെയിം. ഇപ്പോൾ ലൈക്ക് ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞത് ഒരു 75% കണ്ടന്റ് ഇതിലേ ഉള്ളൂ, ഇതൊരു 100% കണ്ടന്റ് ആണെന്ന് കമ്പയർ ചെയ്യുമെങ്കിൽ കൂടി 2ഉം 13ഉം ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ പാടില്ല, കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കുട്ടി സാറേ ഞാൻ CMA USA എടുക്കണോ ACC എടുക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഉത്തരം നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടിയാണ്, കരിയറിലേക്ക് പെട്ടെന്ന് എത്തണമെന്നുണ്ട്. ഈ റിസർച്ച് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനോടും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനോടും താല്പര്യം തോന്നി. 1.5 വർഷമേ പുള്ളിക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളൂ എങ്കിൽ
he should choose CMA USA. ഇനി അങ്ങനെയല്ല, സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഉപരി ACCA ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ആ കുട്ടി പറയാണ് +2 കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരുപാട് സമയമുണ്ട്, +2 കഴിഞ്ഞൊരു കുട്ടിക്ക് ഒരുപാട് സമയമുണ്ട്, ഒരു 3 to 4 years സമയമുണ്ട്, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഈ പറയുന്ന ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനോടും ഓഡിറ്റിങ്ങിനോടും റെഗുലേഷൻസിനോടും ടാക്സേഷൻസിനോടൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്ത സമയത്ത് ഇൻട്രസ്റ്റ് തോന്നിയതെങ്കിൽ ഹി ഷുഡ് ചൂസ് ACCA. ഇനി രണ്ടിൻ്റെയും ടഫ്നെസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കോഴ്സുകൾ കമ്പാരിറ്റീവ്ലി ടഫറാണ്, പാസിംഗ് പെർസെൻറ്റേജ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ്, ഇന്ത്യയിലുള്ള സ്റ്റുഡൻസ് കൂടുതലും ഇൻ്റർനാഷണൽ കോഴ്സുകളായിട്ടുള്ള CMA USA ACCA ഒക്കെ ഓപ്റ്റ് ചെയ്യാനുള്ള മേജർ റീസൺ ഇസ് പാസിംഗ് പെർസെൻറ്റേജ്. ഇപ്പോൾ CMA USA പാസിംഗ് പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് അബവ് 40%. അതായത് 100 ആൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു 40 to 45% ആളുകൾ അതിൽ പാസ്സാവുന്നതാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ACCA അങ്ങനെ തന്നെ അറൗണ്ട് 40 to 50% പാസിംഗ് റേറ്റ് ഓരോ പേപ്പറിനും ഉണ്ട്. ഫസ്റ്റ് 4 പേപ്പറിന് അബവ് 80% ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നീട് വരുന്ന പേപ്പറുകളിൽ 40 to 50% ആണ് പാസിംഗ് റേറ്റ് വരുന്നത്. ഈ പാസിംഗ് റേറ്റ് കേൾക്കുന്ന ഒരു ഡിഗ്രി സ്റ്റുഡൻറ്റ് വിചാരിക്കും, അവിടെ ഇത് ഭയങ്കര കുറവാണല്ലോ പാസിംഗ് പെർസെൻറ്റേജ്. കാരണം നമുക്കറിയാം ഡിഗ്രി ആര് പഠിച്ചാലും ഡിഗ്രി പാസ്സാവും. അതെ, നമ്മളൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ വെച്ചങ്ങ് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മളത് പാസ്സാവും. അപ്പോൾ ഡിഗ്രി സ്റ്റുഡൻസിൻ്റെ വിചാരം ഇത് വളരെ കുറഞ്ഞ പാസിംഗ് റേറ്റ് അല്ലേ ഉള്ളൂ, 40-50% ആൾക്കാരല്ലേ പാസ്സാവുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ വെൻ വി കമ്പയർ ദിസ് പാസിംഗ് പെർസെൻറ്റേജ് വിത്ത് ഇന്ത്യൻ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, ഇത് വളരെയധികം വലിയ പാസിംഗ് പെർസെൻറ്റേജ് ആണ്. ഇപ്പോൾ ഞാൻ CMA USA ചൂസ് ചെയ്യാനുള്ള വൺ ഓഫ് ദ മേജർ റീസൺ ഇസ് പാസ് പെർസെൻറ്റേജ്. ഇപ്പോൾ ഞാൻ വിചാരിച്ചത് 100 ആളിൽ ഒരു 40 ആൾ പാസ്സാവുമല്ലോ, ആ 40 ആളിൽ എങ്ങനെയെങ്കിലൊക്കെ ഞാൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ ടു ബി സമ്മറൈസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ബെസ്റ്റ് ഫിറ്റ് കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. എക്സ്പ്ലോർ ചെയ്ത് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇറങ്ങുക. എക്സാക്ട്ലി. എനിക്ക് തോന്നുന്നു ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് അതിന്റെ ഫ്ലെക്സിബിലിറ്റി. എക്സാക്ട്ലി. CMA USA വെച്ച് നോക്കാം, ബാക്കി കോഴ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി വളരെ ഒരു നേച്ചറാണ്. അത് എങ്ങനെയാണ് മാറി നിൽക്കുന്നത് വേറെ കോഴ്സ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ? ഇപ്പോൾ CMA USA ഒരു ജേർണി നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസിൻ്റെ ജേർണി ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം. ലൈക്ക് നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നു, ഒരു 8 to 10 months ആയിരിക്കും ഓഫ്ലൈൻ കോച്ചിങ് ഉണ്ടാവുക. ആ കോച്ചിങ്ങിന് ശേഷം ഫ്ലെക്സിബിലിറ്റി ഇവിടെയാണ് വരുന്നത്. ആ കോച്ചിങ്ങിന് ശേഷം ആ കുട്ടിക്ക് പാർട്ട് 1 ആണ് താല്പര്യമെങ്കിൽ പാർട്ട് 1 ആദ്യം എഴുതാം. ഇനി പാർട്ട് 2 ആണ് താല്പര്യമെങ്കിൽ പാർട്ട് 2 ആദ്യം എഴുതാം. ഈ രണ്ടും നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ രണ്ടും ഒരുമിച്ച് എഴുതുകയും ചെയ്യാം. അപ്പോൾ അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി വന്നു. രണ്ടാമത്തെ കാര്യം, ഇത് എപ്പോൾ എഴുതണമെന്ന് കുട്ടിക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന മാസത്തിൽ ഏത് ദിവസം വേണമെങ്കിലും ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, എക്സാമിനേഷൻ എഴുതാം. ജാനുവരി ഫെബ്രുവരി എഴുതാം, മെയ് ജൂണിൽ എഴുതാം, സെപ്റ്റംബർ ഒക്ടോബറിൽ എഴുതാം. ഞാൻ ഈ പറഞ്ഞ 6 മാസത്തിലെ ഏത് ദിവസം വേണമെങ്കിലും കുട്ടിക്ക് പാർട്ട് 1 പാർട്ട് 2 സെലക്ട് ചെയ്തിട്ട് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പറ്റും. അത് ഭയങ്കര ഫ്ലെക്സിബിളാണ് ശരിക്കും. ഇപ്പോൾ ഈ വർക്കിംഗ് പ്രൊഫഷണൽസിലാണെങ്കിലും ഒക്കെ ഇത് ഭയങ്കര ഫ്ലെക്സിബിളാണ്. അവർക്ക് അത് ആദ്യമേ ഡേറ്റ് നമുക്ക് തന്നെ ചൂസ് ചെയ്യാം. ഡേറ്റ് എക്സാം വിൻഡോസ് സെലക്ട് ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ്. എക്സാക്ട്ലി. ഞാൻ പറഞ്ഞ ഈ 6 മാസത്തിൽ ഏത് മാസം ഏത് ഡേറ്റിൽ വേണമെന്ന് ഏത് പാർട്ട് വേണമെന്ന് അവർക്ക് തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു വലിയൊരു ഫ്ലെക്സിബിലിറ്റിയാണ്. പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമിനേഷൻ ആണ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമുക്ക് കാലിക്കറ്റിൽ ഈ ഒരു എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്, പ്രോമെട്രിക് സെൻറ്റേഴ്സ് എന്ന് പറയും. അതേപോലെ തിരുവനന്തപുരത്തുണ്ട് പ്രോമെട്രിക് സെൻറ്റർ. പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ ഉണ്ട്, ചെന്നൈ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, അവിടെയൊക്കെ എക്സാം, ഡൽഹിയിലുണ്ട്. ഈവൻ എബ്രോഡിലും ഞാൻ പറഞ്ഞു 150+ കൺട്രീസിൽ വൈഡ്ലി അക്സെപ്റ്റഡ് ആണ് CMA USA. ഏകദേശം അത്ര തന്നെ കൺട്രീസിൽ ഇതിന് പ്രോമെട്രിക് സെൻറ്റേഴ്സിൻ്റെ എക്സാം സെൻറ്റേഴ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ചില സ്റ്റുഡൻസൊക്കെ ഒരു പാർട്ട് പാസ്സായിട്ട് ജോലിക്ക് കയറുകയും ഇപ്പോൾ UAE എന്നൊക്കെ എന്നെ വിളിക്കും, സാറേ ദുബായിൽ എക്സാം സെൻറ്റർ ഉണ്ടോ, സെക്കൻഡ് പാർട്ട് ചെയ്താനാണ്. ഡെഫിനറ്റ്ലി യെസ്, അവിടുന്ന് എഴുതാം. അതേപോലെ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ട് നമ്മുടെ ബാച്ചിൽ. അവർക്ക് ഓരോ രാജ്യത്താണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നൈറ്റിലെ ലൈവ് ക്ലാസ്സും റെക്കോർഡിങ്സ് ഒക്കെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് മിക്ക കുട്ടികൾക്കും അവർ ഇപ്പോൾ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺട്രീസിൽ തന്നെ എന്തുണ്ട്, എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഹൈലി ഫ്ലെക്സിബിൾ. അപ്പോൾ ഈ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഏജ് ലിമിറ്റും ഒരു ഫ്ലെക്സിബിൾ നേച്ചറായിട്ട് CMA USA പറയുന്നതല്ലേ? എക്സാക്ട്ലി. ഇപ്പോൾ നമുക്ക് ഈ CMA USA എഴുതി പാസ്സാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. അതേപോലെ തൊട്ടു മുന്നേ ഞാൻ പറഞ്ഞു CMA USA കാരനാവണമെങ്കിൽ ദർ ആർ സം ക്രൈറ്റീരിയാസ്. അതിൽ 2 ക്രൈറ്റീരിയാസ് ആണ്. ഒന്ന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത്. രണ്ടാമത്തെ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞത് 2 years വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതിലൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ലൈക്ക് CMA USA പാസ്സായതിന് ശേഷം തന്നെ ആവണമെന്നില്ല ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ്. ഇപ്പോൾ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ഓൾറെഡി 10 years എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഒരു 2 years എക്സ്പീരിയൻസ് പുള്ളിക്കുണ്ട്. അതിന് ശേഷമാണ് പുള്ളി CMA ഓപ്റ്റ് ചെയ്തിട്ട് പാസ്സാവണമെങ്കിൽ കൂടി ആ പ്രയർ എക്സ്പീരിയൻസും
ഇതിന് നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് എക്സാം എഴുതുന്ന ഒരു അറ്റംപ്റ്റ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ടോ? എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ വെച്ചാൽ നമുക്ക് എത്ര അറ്റംപ്റ്റ് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ദർ ഇസ് അനദർ ക്രൈറ്റീരിയ. ലൈക്ക് നമ്മൾ ഈ CMA USA മെമ്പർ ആവുന്നത് മുതൽ എൻറോൾ ചെയ്യുന്ന മുതൽ 3 years സമയമാണ് അവർ നമുക്ക് ഈ 2 പാർട്ട് പാസ്സാവാനും സമയം തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വർഷം തന്നെ നമുക്ക് 6 മാസങ്ങളിലായിട്ട് 3 വിൻഡോകളിലായിട്ട് എക്സാം വിൻഡോ എന്നാണ് പറയാം. Jan Feb ഒരു വിൻഡോ ആണ്, May June രണ്ടാമത്തെ വിൻഡോ ആണ്, September October മൂന്നാമത്തെ വിൻഡോ ആണ്. അപ്പോൾ ഒരു കൊല്ലം തന്നെ ഈ 3 വിൻഡോയിൽ എക്സാമിനേഷൻ എഴുതാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 3x3 9 വിൻഡോ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈ 2 പേപ്പർ എഴുതി പാസ്സാവാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ട്. 3 വർഷം. ഇനി 3 വർഷത്തിൽ അയാൾ പാസ്സായിട്ടില്ല എന്ന് വിചാരിക്കാം, കുഴപ്പമൊന്നുമില്ല. വീണ്ടും എൻറോൾ ചെയ്തിട്ട് വീണ്ടും എൻട്രൻസ് ഫീസ് അടിച്ചിട്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 3 years വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അതിലൊരു പ്രശ്നമുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി ഏതെങ്കിലും ഒരു പാർട്ട് പാസ്സായി എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു വർഷം അറ്റംപ്റ്റ് ചെയ്തിട്ട് ഒരു പാർട്ട് പാസ്സായി, 2ാമത്തെ വർഷവും 3ാമത്തെ വർഷവും ഒന്നും പാസ്സായിട്ടില്ല, 3 വർഷം കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ പുള്ളി പാസ്സായിട്ടുള്ള ഈ ഒരു പാർട്ട് ഡിലീറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു സംഗതിയും കൂടിയുണ്ട്. പക്ഷെ ഞാൻ കണ്ടെടുത്തോളം പഠിക്കണമെന്ന് വിചാരിച്ച് വരുന്നൊരു കുട്ടി അറൗണ്ട് ഒരു 1 to 1.5 years പാസ്സാവാറുണ്ട്. ഇനി അറ്റംപ്റ്റിൽ തോറ്റാൽ പോലും 2-2.5 വർഷവും മാക്സിമം എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ഉഴപ്പി നടത്തിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് അറ്റംപ്റ്റുകൾ വേണ്ടി വരും. പക്ഷേ ഒരു 3 വർഷം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ, അത് ഒരുപാട് സമയമാണ്. ഒരുപാട് 2 പേപ്പർ എഴുതാൻ വേണ്ടി 3 years എന്ന് പറയുന്നത് നല്ല സമയമുണ്ട് എന്നുള്ളതാണ്. CMA US എന്നുള്ള കോഴ്സിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരിക വേൾഡ് റെക്കഗ്നിഷൻ, ഹൈ പാക്കേജ് സാലറി തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പം ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം കൂടുതലാണ്. അതോടൊപ്പം ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടറാണ് അതിൻ്റെ സാലറി പാക്കേജ് എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ CMA USA ക്വാളിഫൈഡ് ആയ ഉടനെ തന്നെ നിങ്ങൾ ഒരിക്കലും പല കുട്ടികൾക്കുള്ള തെറ്റിദ്ധാരണയാണ്. ലൈക്ക് CMA USA പാസ്സായ ഉടനെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഡോർ നോക്ക് ചെയ്തിട്ട് കമ്പനീസ് കൊത്തിക്കൊണ്ടുപോകും 1 lakh സാലറി, 2 lakh സാലറി എന്നുള്ള പാക്കേജിൽ. അങ്ങനെയല്ല റിയാലിറ്റി എന്ന് പറയുന്നത്. റിയാലിറ്റി എന്ന് പറയുന്നത് കരിയർ ഷുഡ് ബി മെയ്ഡ്. കരിയർ നമ്മൾ പേഷ്യൻസിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ മേക്ക് ചെയ്യണം എന്നുള്ള. ലൈക്ക് എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ CMA USA ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിലും ഈവൻ 2 പാർട്ട് പഠിച്ച് പാസ്സായിട്ടുണ്ടെങ്കിലും ഹീസ് എ ഫ്രഷർ, എക്സ്പീരിയൻസ് ഇല്ല, അവൻ്റെ പേരിൻ്റെ കൂടെ CMA എന്ന് ചേർക്കാൻ പറ്റില്ല. ഹീസ് നോട്ട് എ CMA യെറ്റ്. കാരണം ഞാൻ പറഞ്ഞ 2 years എക്സ്പീരിയൻസ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. അപ്പോൾ CMA USA 2 പാർട്ടും പാസ്സായ ഉടനെ ഒരു ഫ്രഷർ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഞാനൊരു കാറായിട്ട് കൺസിഡർ ചെയ്യാണ്. അതേപോലെ തന്നെ BCom അല്ലെങ്കിൽ ഇനി അതർ ഡിഗ്രി കഴിഞ്ഞിട്ട് പാസ്സായവരെ ഞാനൊരു 3 wheeler ആയിട്ട് ഓട്ടോറിക്ഷ ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഡെഫിനറ്റ്ലി ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ 2 കാറാണെങ്കിലും ഓട്ടോറിക്ഷ ആണെങ്കിലും ഒരു ഇടവയിലൂടെ ആയിരിക്കും കടന്നു പോവുക. അപ്പോൾ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഇതിലെ ഡ്രൈവർ ആരാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പെർഫോമൻസ് ഉണ്ടാവുക. നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഓട്ടോറിക്ഷ ഡ്രൈവർ ഭയങ്കര സ്കില്ലായിരിക്കും. അപ്പോൾ എന്താവും, ചിലപ്പോൾ ഈ പറയുന്ന CMA USA എന്ന് പറയുന്ന കാറിനെ ഡിഗ്രി എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ചിലപ്പോൾ ഓവർടേക്ക് ചെയ്തിട്ട് പോയെന്ന് വരാം ഇടവഴിയിൽ. യെസ് ഓർ നോ? അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റാർട്ടിങ് സാലറി അല്ല നിങ്ങളെ മെയിൻ ഫാക്ടർ ആവേണ്ടത്. സാലറി ഈസ് സെക്കൻഡറി. ഒരു ഫ്രഷറിന് നോക്കേണ്ട 2 മേജർ കാര്യങ്ങളാണ്. ഒന്ന്, ഏത് കമ്പനിയിലാണ് കയറാൻ പോകുന്നത്. നല്ല റെപ്യൂട്ടഡ് കമ്പനി ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. അതേപോലെ തന്നെ ഏത് ജോബ് റോളിലാണ് കയറുന്നത്, അവനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ജോബ് റോള്, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ള ജോബ് റോള്. ഈ 2 കാര്യങ്ങളായിരിക്കണം അവൻ്റെ മേജർ ഫാക്ടർ, അല്ലാണ്ട് സാലറി ആയിരിക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ ഒരു 2-3 years ഡെഫിനറ്റ്ലി ദർ ഇസ് എ സ്ട്രഗിൾ. നമ്മുടെ ആ ഒരു ജോബിൽ എക്സ്പെർട്ടൈസ്ഡ് ആവണം, ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം, നമ്മുടെ കോൺടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, വർക്ക് എൻവയോൺമെൻറ്റിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ 100% എഫേർട്ട് ഇടണം. ഈ രീതിയിൽ നമ്മൾ ഇടവയിലൂടെ കടന്നു പോകും. അങ്ങനെ ഒരു 3 to 4 years കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇടവയിൽ നിന്ന് നമ്മൾ ഹൈവേയിലോട്ട് എത്തും. അപ്പോൾ ഹൈവേയിലോട്ട് എത്തി ഞാൻ പറയണ്ടല്ലോ, ഹൈവേയിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സാധാരണ BCom മാത്രമുള്ള ഒരു കാൻഡിഡേറ്റിനെ എന്ത് ചെയ്യും, ഈ CMA USA എന്ന് പറയുന്ന കാറ് ഓവർടേക്ക് ചെയ്തിട്ട് നല്ല ദൂരം പോകും. അപ്പോൾ ഇങ്ങനൊരു ക്വാളിഫിക്കേഷൻ, CMA USA എന്ന് പറയുന്നൊരു ക്വാളിഫിക്കേഷൻ നമുക്ക് ഉണ്ടായത് കൊണ്ട് നമുക്കിതിൻ്റെ ബെനിഫിറ്റ് സ്റ്റാർട്ടിങ് ഓഫ് ദ കരിയർ, ഡെഫിനറ്റ്ലി സ്റ്റാർട്ടിങ് ഓഫ് ദ കരിയറിൽ ഉണ്ടാവും. എങ്കിൽ കൂടി ഇതിൻ്റെ മാരകമായിട്ടുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബിഗർ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഫീൽ ചെയ്യുക നമ്മളൊരു 3 years 4 years 5 years എക്സ്പീരിയൻസ് കഴിഞ്ഞതിന് ശേഷമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചൊരു സുഹൃത്തുണ്ട് എൻ്റെ, പുള്ളി CMA USA ക്വാളിഫൈ ചെയ്തു. അതായത് 2 പാർട്ട് എക്സാമിനേഷൻ പാസ്സായി ഉടനെ കയറിയത് കൊച്ചിയിൽ ഒരു NGA HR എന്ന് പറയുന്ന കമ്പനിയിൽ 20,000 സാലറിക്കാണ് കയറിയത്. അപ്പോൾ നമ്മളും അവനും എല്ലാവരും നമ്മൾ ഞെട്ടിയ 20,000 സാലറി ഉള്ളൂ. കാരണം വി എക്സ്പെക്റ്റഡ് ഹൈ സാലറി, ലൈക്ക് 1 lakh 2 lakh ഒക്കെ സാലറി എക്സ്പെക്ട് ചെയ്ത് നമുക്ക് 20,000, അപ്പുറത്തൊരാൾ 25
25,000 കയറുന്നു, 30,000 കയറുന്നു, 70,000 കയറിയവരുണ്ട് കേട്ടോ സ്റ്റാർട്ടിംഗ് പാക്കേജ്. അപ്പോൾ ഇറ്റ് ഡിഫേഴ്സ്. ഇപ്പോൾ നമ്മൾ CMA USA ക്വാളിഫൈ ചെയ്യുന്നു മാത്രമല്ല, നമ്മൾ ആരാണ്, നമ്മുടെ സ്കിൽ എന്താണ്, നമ്മൾ ഇന്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതും മാറ്ററാണ്. അപ്പോൾ അവൻ 20,000 സാലറിയിൽ കയറിയപ്പോൾ നമ്മളൊക്കെ പാനിക്കായി. പക്ഷേ അവന് കരിയർ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ലൈക്ക് ഇവിടുന്ന് ഇപ്പോൾ ഒരു 7 years കഴിഞ്ഞ് ആ സമയം കഴിഞ്ഞിട്ട് ഇപ്പോൾ അവൻ ഏൺ ചെയ്യുന്നത് അറൗണ്ട് INR പറയുകയാണെങ്കിൽ 5 lakhs സാലറിയാണ് UK അവൻ ഏൺ ചെയ്യുന്നത്. അതോടൊപ്പം 25,000-നും 30,000-നും സ്റ്റാർട്ടിങ്ങിൽ കയറിയിട്ട് ഈ 5 to 6 years എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ UAE-യിലൊക്കെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ വാങ്ങുന്നത് 2.5 lakhs-ഉം 3 lakhs-ഉം 4 lakhs ഒക്കെ വാങ്ങുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ നമ്മൾ സ്റ്റാർട്ടിംഗ് പാക്കേജ് അല്ല നോക്കേണ്ടത്, ഡെഫിനറ്റ്ലി സ്റ്റാർട്ടിംഗ് പാക്കേജ് അല്ല നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. CMA USA ബെനിഫിറ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുക നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഈ ക്വാളിഫിക്കേഷൻ്റെ കൂടെ എക്സ്പീരിയൻസും കൂടി ഉണ്ടാവുമ്പോഴാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ദിസ് ഇസ് കോംപ്ലിമെൻറ്റ് ടു ഈച്ച് അതർ. എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഇസ് കോംപ്ലിമെൻറ്റ് ടു ഈച്ച് അതർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീജിത്ത് ഏട്ടൻ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുള്ളി ഈ പറയുന്ന പോലെ പ്രൊമോട്ടഡ് ആയിട്ട് ഒരു സ്ഥലത്ത് എത്തി നിന്നു. അതിന് മുകളിലോട്ട് പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി ലാക്ക് ചെയ്യുന്നത് എന്തായിരുന്നു, ക്വാളിഫിക്കേഷൻ ആയിരുന്നു. അപ്പോൾ CMA USA പുള്ളി ക്വാളിഫൈഡ് ചെയ്തതോടുകൂടി പുള്ളി എന്തായി, വീണ്ടും പ്രൊമോട്ടഡ് ആയിട്ട് പോയി എന്നുള്ളതാണ്. ഇപ്പം +2 കഴിഞ്ഞ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളും ക്വാളിഫൈഡ് ആവുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്ത് ലാക്ക് ചെയ്യുന്നു, എക്സ്പീരിയൻസ് ലാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എക്സ്പീരിയൻസ് കൂടി വരുന്ന സമയത്താണ് ഇത് ഫയർ ആവുക. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് പേഷ്യൻസ് ഇല്ല എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. ലൈക്ക് അവർക്കെല്ലാം പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊക്കെ പണ്ടൊരു ഇൻഫർമേഷൻ വേണമെങ്കിൽ നമ്മൾ ടീച്ചറിനോട് വിളിച്ചു ചോദിക്കണോ, അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോയിട്ട് തപ്പണോ. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാം വിരൽ തുമ്പില്ല, പെട്ടെന്ന് എല്ലാ ഇൻഫർമേഷൻസും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് ഏത് എക്സ്റ്റെൻഡ് വരെ എത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 minutes അല്ലെങ്കിൽ 20 minutes ദൈർഘ്യമുള്ള ഒരു വീഡിയോ അവർക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രശ്നത്തിലോട്ട് അവർ വരാണ്. ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും ആ രീതിയിലേക്ക് മാറി. ഇപ്പോൾ ഒരു 20 minutes ഉള്ള ഒരു യൂട്യൂബ് വീഡിയോ നമ്മൾ കാണുമ്പോൾ 1.5-ലോ 2:2-ലോ ഇട്ടിട്ടായിരിക്കും നമ്മൾ കാണുക. കാരണം നമുക്ക് പേഷ്യൻസ് ഇല്ല, അത് പെട്ടെന്ന് തീരണം. അതുകൊണ്ടായിരിക്കും ഈ റീൽസിനും ഷോർട്സിനൊക്കെ ഇത്ര അധികം വ്യൂവർഷിപ്പ് കിട്ടുന്നത്. കാര്യം പെട്ടെന്ന് തീരണമല്ലോ. അങ്ങനെ എല്ലാം പെട്ടെന്ന് തീരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു എൻവയോൺമെൻറ്റ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവർ കരിയറും പെട്ടെന്ന് സെറ്റിൽ ആവണം എന്ന് ആഗ്രഹിക്കും. പക്ഷെ ജീവിതത്തിൽ ലൈഫിൽ ഇതേപോലെ പെട്ടെന്ന് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ കരിയർ എന്ന് പറയുന്നത്. കരിയർ നമ്മൾ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ CMA പഠിച്ച് പാസ്സാവുന്നു, അല്ലെങ്കിൽ ACCA പഠിച്ച് പാസ്സാവുന്നു, നല്ലൊരു ജോബ് റോൾ തിരഞ്ഞെടുക്കുന്നു, നല്ല കമ്പനി തിരഞ്ഞെടുക്കുന്നു. കുറച്ച് സമയം എടുത്താൽ പോലും ഇപ്പോൾ ഒരു 6 months വേണ്ടി അതിന് വേണ്ടി ജോലിക്ക് വേണ്ടി നമ്മൾ 8 മാസം ക്ലാസ്സിലിരുന്ന് വേറെ 4-5 മാസം പഠിച്ചിട്ടാണ് ഇത് പാസ്സാവുന്നത്. ഇനി ഒരു 6 മാസം എടുത്താൽ പോലും നമ്മൾ നല്ലൊരു ജോബ് റോളിൽ നല്ലൊരു കമ്പനീസിൽ കയറി പറ്റാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കയറിയതിന് ശേഷം നമ്മൾ അവിടെ 2 വർഷം നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, അവിടെ നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കുക, പലരായിട്ടും കോൺടാക്ട്സിൽ ഏർപ്പെടുക. അതേപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ വർക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം 2 വർഷം 3 വർഷത്തിന് ശേഷം നമ്മൾ വേറൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തിയിട്ട് അങ്ങോട്ട് ചാടുക. അങ്ങനെ കരിയർ നമ്മൾ നല്ല രീതിയിൽ പേഷ്യൻസോടുകൂടി ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇങ്ങനത്തെ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് അനന്തമാണ്. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫൈനാൻഷ്യൽ അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, ഫൈനാൻഷ്യൽ മാനേജർ, കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, അക്കൗണ്ടിങ് ഫീൽഡിലും ഈവൻ ഇൻറ്റേർണൽ ഓഡിറ്റർ, ഏത് ഫീൽഡിൽ നിന്നാണെങ്കിൽ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഫീൽഡിൽ നിന്നാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഹിൻഡ്രൻസ് ഇല്ല എന്നുള്ളതാണ്. ഒരു CMA USA ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, കൊമേഴ്സ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് അവൻ്റെ കരിയറിൽ ഉടനീളം ഹിൻഡ്രൻസ് ഇല്ലാണ്ട് മുന്നോട്ട് പ്രൊമോട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ മേജർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും നേടിത്തരുന്ന അച്ചീവ്മെന്റ് ലോങ് ടേം ആണ്. എക്സാക്ട്ലി. കുറച്ച് ഹാർഡ് വർക്ക് വേണ്ടി വന്നാലും പിന്നീടാണ് ലൈഫ്. അതെ. അപ്പോൾ നമ്മുടെ ഈ CMA USന്റെ പലതരത്തിലുള്ള റെക്കഗ്നീഷൻ പറഞ്ഞു, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പറഞ്ഞു. ഇതിൽ ചെന്ന് എത്തണമെങ്കിൽ ഏറ്റവും ആവശ്യം ഒരു സ്ട്രോങ് ബേസ് ആണ്. അവിടെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആ ഒരു പ്രാധാന്യം വരുന്നത്. സോ ഇഫ് ഐ ആസ്ക് യു ഡയറക്ട്ലി ദ ക്വസ്റ്റ്യൻ വൈ ഇലാൻസ് ഫോർ CMA USA, സോ പ്ലീസ്. CMA USA ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് എന്ന് പറയുന്ന പ്രൊഫഷണൽ ബോഡി കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷനാണ് CMA USA. ഒരു CMA USA കാരൻ ആണെങ്കിൽ, അതായത് ഞാനൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു മെമ്പറാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസിൻ്റെ മെമ്പറാണ്. ഇതേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസിൻ്റെ പലതരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ട് ഇവരെന്തുണ്ട്, ലേണിംഗ് പ്രൊവൈഡേഴ്സ് എന്ന് പറയും. അതായത് IMAൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഓതറൈസ്ഡ് ലേണിംഗ് പാർട്ട്ണറാണ് ഇലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ
നമ്പർ 1 അത് ഇലാൻസ് ലേണിംഗ് പാർട്ട്ണറാണ്. IMA തന്നെ CMA USA കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഓതറൈസ്ഡ് ലേണിംഗ് പാർട്ട്ണറാണ് ഇലാൻസ് എന്ന് പറയുന്നത്. 2, ഇപ്പോൾ ഞാൻ 8 വർഷമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് CMA USA, അറൗണ്ട് 8 years ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പഠിപ്പിക്കുന്ന ഒരു 3 years ആയിട്ടുള്ളൂ. ടു ബി ഫ്രാങ്ക് ഞാൻ ഇലാൻസിനെ കുറിച്ച് കേട്ടിട്ടുള്ളത്. പക്ഷേ ഇലാൻസിൻ്റെ ഈ 3 yearsലെ ഗ്രോത്ത് എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഗ്രോത്താണ്. അതിൻ്റെ ഒരു മേജർ കാരണം എനിക്ക് തോന്നുന്നു അവർ മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അക്കാഡമിക്സിലാണ്. അതിൻ്റെ കാരണം ചിലപ്പോൾ ഇതിൻ്റെ ഡയറക്ടേഴ്സ് അക്കാഡമിഷ്യൻസ് ആയതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ എനിക്കറിയുന്ന ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ഹബീബ് സാർ 15 years ആയിട്ട് ഈ കൊമേഴ്സ് ടീച്ചിങ് ഫീൽഡിലുണ്ട്. അതേപോലെ ജോജോ സാർ CMA USA ക്വാളിഫൈഡ് ആണ്, ACCയും ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഇരിക്കുന്നത് കൊണ്ടാവാം അക്കാഡമിക്സിന് ഇത്രയും ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഞാൻ 2 മാസമേ ആയിട്ടുള്ളൂ ഇലാൻസിൽ ജോയിൻ ചെയ്തിട്ട്. എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് ഇസ് ഇമ്മെൻസ്. അക്കാഡമിക്സിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും സപ്പോർട്ട് ഇസ് ഇമ്മെൻസ്. അതേപോലെ കുട്ടികളുടെ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും സ്പോട്ടിൽ തന്നെ സോൾവ് ചെയ്ത് എവ്രിബഡി ഈസ് ഹാപ്പി ഹിയർ. ഇപ്പോൾ ഞാൻ ഈ 2 മാസമായിട്ട് CMA USA ക്ലാസ്സിലുണ്ട്. എവ്രിബഡി ഈസ് ഹാപ്പി ഹിയർ. ലൈക്ക് ദേ ഗോട്ട് എ മെൻറ്റർ. അതാണ് അടുത്തൊരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫാക്കൽറ്റീസ് ചെന്ന് ക്ലാസ് എടുത്തതിന് ശേഷം ഈ മെൻറ്റേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യും, അവരുടെ കൂടെ കോൺസ്റ്റൻറ്റ് കമ്പാനിയനായിട്ട് അവരുടെ കൂടെ ഉണ്ടാവും. അവരുടെ ഡൗട്ടുകളും എല്ലാ കാര്യങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള CMA USA ക്വാളിഫൈഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സ് ഓരോ CMA ക്ലാസ്സിനും ഉണ്ടെന്നുള്ളതാണ് അടുത്ത വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പെട്ടെന്ന് എടുത്ത് പോകാന്നുള്ളതല്ല. ഞാൻ പറഞ്ഞു 800 മുതൽ 1000 hours വരെ നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ് എന്ന് പറയുന്നത് ഫ്രം ബേസിക്സ്, ഫ്രം സ്ക്രാച്ച് മുതലായിരിക്കും. അതായത് ഇതുവരെ നിങ്ങൾ എന്തു പഠിച്ചു എന്നല്ല, ഇനി തൊട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഇലാൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫ്രം സ്ക്രാച്ച് നമ്മളിത് ബിൽഡ് ചെയ്യുന്നുള്ളതാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഈ അടുത്ത് പാസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്. 450 പുള്ളി സ്കോർ ചെയ്തു. ഔട്ട് ഓഫ് 500 360 മതി പാസ്സാവാനെങ്കിൽ കൂടി 450 സ്കോർ ചെയ്തു. പുള്ളിക്കാരത്ത് BSc മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ BA മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ മാത്തമാറ്റിക്സിലൊരു വിദ്യാർത്ഥി അങ്ങനെ പാസ്സാവണമെങ്കിൽ നമ്മുടെ ഒരു അക്കാഡമിക്സിൻ്റെ ക്വാളിറ്റിയാണ് അത് തെളിയിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ മെൻറ്റർഷിപ്പ് ഉണ്ട്, ക്ലാസ്സാസ് ഭയങ്കരമായിട്ടുള്ള നമ്മുടെ രീതിയിൽ പറയും. പിന്നെ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ പ്രൊഫഷണലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടാണ് ക്ലാസ് എടുക്കുക എന്നുമല്ല. നമ്മുടെ എല്ലാ ടീച്ചേഴ്സ് ആണെങ്കിലും ക്ലാസ്സസ് എടുക്കുന്നത് കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിൽ അവർക്ക് എളുപ്പം മനസ്സിലാവുന്ന എക്സാമ്പിൾസ് വെച്ചിട്ട് ഡൗൺ ടു എർത്ത് ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ മുന്നോട്ട് പോകാം. ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് പോവുക. അടുത്ത മേജർ ആയിട്ടുള്ള ഇലാൻസിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഫാക്കൽറ്റീസ് ആണ്. ഇപ്പോൾ ഞാനാണെങ്കിൽ 8 വർഷമായിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിൽ പഠിപ്പിക്കുന്നുണ്ട്. അറൗണ്ട് 1000+ CMA USA കുട്ടികളെ ക്വാളിഫൈഡ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ ഷഫീഖ് സാറാണെങ്കിലും 7 years ആയിട്ട് ഈ ഫീൽഡിലുള്ളതാണ്. ഷഫീഖ് സാറും ഒരുപാട് 1000+ കുട്ടികളെ CMA USA ക്വാളിഫൈഡ് ആക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതേപോലെ സംഗീത മാമിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് സംഗീത മാം CMA USA ക്വാളിഫൈഡ് ആണ്, 2 CFA ക്വാളിഫൈഡ് ആണ്. അപ്പോൾ അതുകൂടാണ്ട് സംഗീത മാമിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷീ ഹാവ് ആൻ അറൗണ്ട് 22 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ കോർപ്പറേറ്റിൽ 22 വർഷത്തെ എക്സ്പീരിയൻസ് സംഗീത മാമിനുണ്ട്. അത് എലാൻസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ കുട്ടികളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു CMA USA പാസ്സായാൽ മാത്രം പോരാ, ഒരു കരിയർ ബിൽഡ് ചെയ്യണം നമ്മൾ. അപ്പോൾ കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യണം, ഇൻ്റർവ്യൂസിൽ എങ്ങനെ പെർഫോം ചെയ്യണം, കോർപ്പറേറ്റിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് വേറെ ആയിരിക്കാം, കോർപ്പറേറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ വേറെ ആയിരിക്കാം. ഇതിനുള്ളൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് എങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് 22 years കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഉള്ള സംഗീത മാം വലിയ സഹായമായിരിക്കും നമ്മുടെ കുട്ടികൾക്ക് തരാൻ പോകുന്നത്. പിന്നെ രാഹുൽ സാർ ഉണ്ട്, അബൌട്ട് 10 years എക്സ്പീരിയൻസ് ഉള്ള വേറെ ഫാക്കൽറ്റിയാണ് രാഹുൽ സാർ. അപ്പോൾ ഫാക്കൽറ്റി പൂൾ ഇസ് ഇമ്മെൻസ്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന അക്കാഡമിക്സിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഐ ക്യാൻ ഗ്യാരണ്ടി യു, CMA USA പഠിക്കാൻ ഒരു കുട്ടി എലാൻസിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ അവളോ അവനോ ആ ചൂസ് ചെയ്ത കോഴ്സോ ആ ചൂസ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടോ ഇലാൻസോ നെവർ എവർ റിഗ്രറ്റ് ചെയ്യില്ല. ദാറ്റ്സ് മൈ ഗ്യാരണ്ടി. ലോകത്ത് തന്നെ ദിനം പ്രതി കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കൊമേഴ്സ് മേഖല. ആ കൊമേഴ്സ് മേഖലയിലെ വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് പ്രൊഫഷണൽ കോഴ്സാണ് CMA USA. CMA USയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഞങ്ങളുടെ എക്സ്പേർട്ടിൽ നിന്ന് മറുപടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻഡ് സർ, താങ്ക് യു ഫോർ മേക്കിംഗ് ദിസ് സെഷൻ എ വെരി ഫ്രൂട്ട്ഫുൾ സെഷൻ. താങ്ക് യു സോ മച്ച്. കാരണം ഇതൊരു അക്കാഡമിക് നോളജ് എന്നതിനേക്കാൾ ഉപരി ഇറ്റ് വാസ് ആക്ച്വലി എ ബ്ലെൻഡ് ഓഫ് യുവർ പേഴ്സണൽ ഇൻസൈറ്റ്സ് ടു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.